എല്ലാവർക്കും ആത്മവിശ്വാസം നല്ലോണം കൂടിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കണ്ടിരിക്കുന്ന സൗഹാർദ്ദവും ഇതിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ജയിക്കണം എന്നൊരു എല്ലാവരും മനസ്സിലൊരു ശക്തമായൊരു വിശ്വാസം. അപ്പോൾ ഒരു ക്വയറ്റ് ഡിറ്റർമിനേഷൻ, ഇതിൽ നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ ജയിക്കും. അതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ കേസ് പറഞ്ഞിരിക്കുന്ന പാർട്ടി ലൈനിലേക്ക് താങ്കൾ തിരിച്ചു വന്നതിൽ വലിയ സന്തോഷം എന്നാണ്. പാർട്ടി എൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കുന്നതന്നെ എൻ്റെ വിശ്വാസമായിരുന്നു. ഇപ്പം എന്താ ബുദ്ധിമുട്ട്? ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, പാർട്ടിയും ഞാനും ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നെ ആയിരുന്നു. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, പാർലമെൻറ്റിലെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ നോക്കിക്കോളും, ഞാൻ മന്ത്രിമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കോളും. ഇതെല്ലാത്തിലും ഒരു ക്ലിയർ ലൈനുണ്ട്. ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ആവശ്യമില്ല. ഞാൻ ചില കാര്യങ്ങൾ വെളിയിൽ പറയുന്നതോ എഴുതുന്നതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമക്കാർ വിവാദം ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ ഹെഡ്ലൈന് മാത്രം നോക്കിയിട്ട് ചിലർ കോമെൻ്റ് അടിക്കും. പക്ഷേ ഞാൻ അവർക്ക് ചൂണ്ടിക്കാണിക്കും, ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പൂർണ്ണമായി വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും പൂർണ്ണമായി വായിച്ചിട്ടില്ല. വായിച്ച ശേഷം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഇത് കുറച്ചൊക്കെ കൂടുതൽ ദൂരം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊരു പ്രശ്നമില്ല. ആരും മനസ്സിലാക്കി നിങ്ങൾ കണ്ടില്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു, സംസാരിച്ചു, സ്നേഹബന്ധമാണ് എല്ലാവരും. ഒപ്പം കുറേ വർഷങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ ഈ പാർട്ടിയിൽ 17 വർഷമായി ഇരുന്ന് സേവനം ചെയ്ത ശേഷം ഇങ്ങനെ പെട്ടെന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനൊരു ആവശ്യമില്ല, തെറ്റിദ്ധാരണയ്ക്ക് ആവശ്യമില്ല. അല്ല, പല സമയത്തും നേതൃത്വങ്ങൾ ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പിന്നെയും ഇതന്നെ തുടർന്നു എന്നാണ് പല സമയത്തും അവരുടെ വാക്കുകളിൽ നമ്മുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞാൻ ദേശീയ നേതൃത്വത്തിന് വേണ്ടി മത്സരിച്ചു, തോറ്റു, അതോടെ ആ കഥ കഴിഞ്ഞു. അതിൽ ഞാൻ വലിയൊരു പ്രോബ്ലം കാണുന്നില്ല. ഞാൻ മാത്രമല്ലല്ലോ, പാർട്ടിയുടെ ചരിത്രത്തിൽ പല തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. പാർട്ടിയുടെ നേതൃത്വത്തിന് വേണ്ടിയിട്ട് പലവരും ജയിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനും മത്സരിച്ചു. ചില നിർണായക സമയങ്ങളിൽ താങ്കൾ നടത്തിയ പരാമർശങ്ങളാണ് പ്രശ്നമായി. പ്രത്യേകിച്ച് LK അദ്വാനി അല്ലെങ്കിൽ എമർജൻസിയെ കുറിച്ച് താങ്കൾ നടത്തിയ പരാമർശം ഒരു വിഷയം ആർക്കാണ് പരാമർശം ചെയ്യിക്കണമെന്ന് ചോദ്യം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു 98 വയസ്സായ മനുഷ്യൻ്റെ പിറന്നാളെന്ന് ഞാൻ മര്യാദ കാണിച്ചത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിജി തന്നെ നിങ്ങളുടെ സ്വാമികം ആദ്യം എടുത്ത് നോക്കിക്കോളൂ, എല്ലാ വർഷവും അദ്ദേഹത്തെ പിറന്നാൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ വലിയൊരു അത്ഭുതമൊന്നും കാണാൻ ആവശ്യമില്ല. നമ്മളുടെ സാംസ്കാരിക രീതി അങ്ങനെയാണ്, നമ്മളുടെ കൾച്ചർ അങ്ങനെയാണ്. ഒരു പ്രായമുള്ളൊരു വ്യക്തിയെ നമ്മൾ മര്യാദ പറയണം, ആ സ്നേഹം കാണിക്കണം, ബഹുമാനം കാണിക്കണം. ആ സ്പിരിറ്റിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരേ ആഴ്ച എനിക്കറിയാം വേറെ വിവാദം ജനങ്ങൾ ഉണ്ടാക്കിയത്, ഞാൻ മോദിയെ പ്രേസ് ചെയ്തു വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു, എല്ലാവർക്കും അറിഞ്ഞു, ഞാൻ വേദി ഇരിക്കുന്നുണ്ടായിരുന്നു, ആ സദസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രസംഗത്തെ കണ്ടു, അതിനെക്കുറിച്ച് 2 വാചകം എഴുതി എന്താ അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ എവിടെയാണ് അദ്ദേഹത്തെ പൂർത്തിയത്, എവിടെയാണ് അതിലൊരു പ്രൈസ് കൊടുത്തത്, ഞാൻ തന്നെ ആൾക്കാരോട് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. മാധ്യമക്കാരൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നുമില്ല. പക്ഷേ എല്ലാവരും ഒരു ഹെഡ്ലൈൻ മാത്രം കണ്ടിട്ടാണ് നിങ്ങളുടെ കമൻറ്റ് അടിക്കുന്നത്. അതോട് വലിയ വിവാദമായ ആൾക്കാർ മനസ്സിലാകും. ഞാൻ എഴുതിയ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കാൻ പോകാണല്ലോ, അപ്പം താങ്കളടക്കമുള്ളവരുടെ കൺസൾട്ടേഷൻ വേണം, പ്രത്യേകിച്ചും ഈ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനോട് വേണമെന്ന് അഭിപ്രായമുണ്ടോ? അത് ഒരു സംശയവുമില്ല, കോൺസൾട്ടേഷൻ ഉണ്ടാവുന്ന ആ വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ സ്ക്രീനിങ് കമ്മിറ്റിക്ക് ഒരു പ്രത്യേക റോളുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ പാർട്ടി സ്ട്രക്ചറിനകത്ത് ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ ഞങ്ങൾ ഉറപ്പുമായിട്ട് തമ്മിൽ സംസാരിക്കും. ഞാൻ ഇവിടുത്തെ എല്ലാ നേതാക്കളോടൊപ്പം നല്ല ബന്ധം സ്ഥാപിച്ചിട്ടാണ് വരുന്നത്. സ്ഥാപിക്കാൻ എപ്പോഴും ഉണ്ടായിരുന്ന ബന്ധങ്ങളാണ്. പക്ഷെ നന്നായി സംസാരിച്ചതും അവർ നല്ല സംസാരം കേട്ടിട്ട് ഞാൻ ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് ഓരോരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരമായിരിക്കും. പക്ഷെ ചില ഒരു നോംസ് അഥവാ പാർട്ടി തീരുമാനിച്ചാൽ നോംസ് പാലിക്കും. അഥവാ പാർട്ടി തീരുമാനിച്ചിട്ട് ഏത് MP മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കട്ടെ. അഥവാ പാർട്ടി തീരുമാനിച്ചു MP അഥവാ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒഴിക്കുക. നമുക്കറിയാം 2-3 MP നല്ല താല്പര്യമുണ്ട് മത്സരിക്കണം. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ പ്രചരണത്തിൽ ഞാൻ എന്തായാലും ഇറങ്ങും. അത് ഞാൻ അല്ല, മാധ്യമക്കാർ അവർ ജോലി ചെയ്യുക തന്നെയാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. ഞാൻ വലിയൊരു വിശ്വാസിയാണ് മാധ്യമ ഫ്രീഡം ഓഫ് ദ പ്രസ്സിൽ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം,
മാധ്യമക്കാര് ഒരു 1000 വാക്കുകളുടെ ഒരു ആർട്ടിക്കിൾ എടുത്തിട്ട് അതിനെ ഒരു വാചകമായിട്ട് സമറൈസ് ചെയ്യുമ്പോൾ പല ന്യൂവാൻസും ഡീറ്റെയിലും അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ മറ്റേവരെയാണ് ഞാൻ കുറ്റം പറയുന്നത്. അവർ നിങ്ങളുടെ ഹെഡ്ലൈൻ മാത്രം വായിച്ചിട്ടാണ് അവർ കോമൻറ്റ് അടിക്കുന്നത്. ഞാൻ എഴുതിയത് വായിച്ചിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ചില വിവാദങ്ങൾ അനാവശ്യമായ വിവാദങ്ങളായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി ഇനി അങ്ങോട്ടാകുന്നു. നോക്കൂ, ഈ അടുത്ത 3 മാസം ഞാൻ എല്ലാവരെയും കടമ തന്നെയാണ്. സ്റ്റേറ്റ് പോളിറ്റിക്സിൽ സജീവമാണെന്ന് പറഞ്ഞാലും ഞാൻ കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം, ഞാൻ 4-5 ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞു ദേശീയ മാധ്യമങ്ങളിൽ. എനിക്ക് കേരളത്തെക്കുറിച്ച് നല്ലൊരു ഒരു സങ്കല്പമുണ്ട്. ഒരു സുഭദ്ര കേരളമായിട്ട് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ രാഷ്ട്രാഭിപ്രായത്തിൽക്കാരെ ഞാൻ കൂടുതൽ മറ്റേവരെ വിമർശിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. നേരെ മറിച്ച് ഭാവിയെക്കുറിച്ച് കാണുമ്പോൾ നമ്മളുടെ യുവാക്കളെ ഈ നാട്ടിൽ നിലനിർത്താനും അവരുടെ ഈ പാസ് ഔട്ട് ചെയ്ത ഉടനെ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾക്കോ വേറെ രാജ്യത്തിലോ പോകുന്ന ഈ കഥ മാറ്റി അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ എഴുതണമെന്ന് സംസാരിക്കുന്നത്.